Watch full episodes on Jio Hotstar. പത്തിലു ഇന്നെന്താ ഇവിടെയുള്ള എല്ലാവന്മാരും ഇങ്ങനെ ബബിളൂതി കളിക്കുന്നത്? എന്റെ മോട്ടോ നാളെ ഇന്റർനാഷണൽ ബബിൾസ് കോമ്പറ്റീഷനാ. ആരുടെ ബബിൾസ് ആണോ ഏറ്റവും വലുത് അവർക്ക് സമ്മാനം ലഭിക്കും. ഓ അയ്യോ, എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പത്തിലു സോറി ബോക്സർ ചേട്ടാ. കൊള്ളാം കൊള്ളാം, നിങ്ങൾ എത്ര മനോഹരമായിട്ടാ ബബിൾ ഉണ്ടാക്കുന്നത്. കൊള്ളാം. ബോക്സറേട്ടാ, നിങ്ങൾ എന്നെ ഫസ്റ്റ് വരും നോക്കിക്കോ. നിങ്ങളുടെ ബബിൾസ് എത്ര മനോഹരാ, എത്ര ഭംഗിയുള്ളതാ. മാത്രമല്ല ഇതിന് കളറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ചുമപ്പ്, പച്ച, നീല, നന്നായിരുന്നേനെ. ഏയ്, ചുവപ്പും പച്ചയും നീലയൊക്കെ നിന്റെ മുഖത്താ ഉള്ളത്. അല്ലല്ലോ പത്തിലു, നമ്മുടെ മുഖം എന്താ ചുമപ്പ്, പച്ച, നീല പോലെയാണോ ഉള്ളത്? പറഞ്ഞേ. തീർച്ചയായും ഇല്ല. ഇപ്പൊ ആക്കി തരാം. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ ഇതും പിടിച്ചോ, ഇതാ ഇതും പിടിച്ചോ. ഇനി നോക്ക്, മുഖം നിറം മാറിയിട്ടുണ്ടോന്ന് നോക്ക്. ഇതെന്തിനാ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത്? ബബിളിനെ പോലെ പറന്നു പൊയ്ക്കൂടെ? അതിന് ഞങ്ങൾ എങ്ങനെ പറക്കാനാ? ഇങ്ങനെ ഇത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഡോക്ടർ ജട്ക, എന്താ നിങ്ങളും ഇന്റർനാഷണൽ ബബിൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കാണോ? ഓ ചങ്ക ഗസിട്ട്, നീ പറഞ്ഞത് ശരിയാണ്. എന്റെ ബബിൾ ഏറ്റവും വലുതും ഏറ്റവും ശക്തിയുള്ളതുമായിരിക്കും. അതെന്നെ വിളിച്ചെടുത്തല്ലോ, ഏറ്റവും വലുതോ? എന്നാ പിന്നെ ഈ കോമ്പറ്റീഷനിൽ തീർച്ചയായും നമ്മൾ തന്നെ ജയിക്കുക. കൊള്ളാലോ, ഇത്രയും വലിയ ബബിൾ. കൊള്ളാം വലിയേട്ടാ, കൊള്ളാം. ഇത് എത്ര വലിയ ബബിളാ, അടിപൊളിയായിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. എന്റെ മോട്ടോ, നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയി. ഇതിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പൊട്ടിക്ക് ഇതിനെ. എന്റെ പത്തിലു ഡോണ്ട് വറി, ഇപ്പൊ തന്നെ പൊട്ടിച്ചു തരാം. ഇന്ന പിടിച്ചോ. അല്ല, ഈ ബബിൾ വളരെ ശക്തിയുള്ളതാ. ചവിട്ടി പൊളിക്കേ. ഇത് ഞാൻ തന്നെ പൊട്ടിക്കാം. ബബിൾ പൊട്ടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. പൊളിച്ചെടുത്തല്ലോ, തിരിച്ചടിച്ചു, എന്നെ തിരിച്ചടിച്ചു. ഇങ്ങനത്തെ ഒരു ബബിളിനെ എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചാട്ക, നിങ്ങൾ എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓയ് കസിട്ട്, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് വളരെ പവർഫുൾ ആയ ഒരു ബബിളാണ്. എന്റെ വലിയേട്ടാ, ഈ പവർഫുൾ ബബിളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരൂ. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഈ പ്രശ്നം ഞാൻ ഇപ്പൊ തന്നെ പരിഹരിക്കാം. ഇപ്പൊ കണ്ടോ ചങ്ക്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വേണ്ട, രക്ഷിക്കണേ. ചങ്ക, ഞാനിതിനെ വിടില്ല, ഞാനിതിനെ ഒരിക്കലും വിടില്ല. ഞാൻ ഈ വലിയ ബബിളിനെ ഇപ്പൊ തന്നെ കുത്തി കുത്തി പൊട്ടിക്കും. മോട്ടോ, ജീവൻ വേണോന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഓടിക്കോ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ ബോംബൊന്ന് വെക്കാനെങ്കിലും സമ്മതിക്കൂ. നിക്ക്, ഞാൻ പറയുന്ന കേക്ക്. അവിടെ നിൽക്ക, എനിക്ക് പൊട്ടിക്കണം. രക്ഷിക്കണേ. മോട്ടോ, ആദ്യം വീട്ടിലേക്ക് ഓട്. കണ്ടില്ലേ, ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുന്നു. മോട്ടു പത്രു, ഇതെന്തായി കാണുന്നത്? അതെ, ബബിൾ ഉണ്ടാക്കുന്ന കോമ്പറ്റീഷനാ, അല്ലാതെ ബബിളിനകത്ത് കയറുന്ന കോമ്പറ്റീഷൻ അല്ല. ഇപ്പതേ ബോക്സറും നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പത്തിലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. അല്ല ബോക്സറേട്ടാ, ചിരിക്കുന്നത് എന്തിനാ? ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഏറ്റുമുട്ടി നോക്ക്. എന്റെ പത്തിലു, നീ ഇതെന്താണ് ചെയ്യുന്നത്? ഇയാള് നമ്മളെ ഇടിച്ചിടിച്ച് ചമ്മന്തി ആക്കും. പത്തിലു,
ബോക്സറിന്റെ ദേഷ്യം കാരണം പർവ്വതം വരെ പൊടിഞ്ഞു പോകും. ഇത് വെറും ബബിൾ അല്ലേ? അതെ, അത് ശരിയാണല്ലോ. അല്ല ബോക്സറേട്ടാ, ധൈര്യം ഉണ്ടെങ്കിൽ മോട്ടോനെ ഒന്ന് തല്ലി കാണിക്ക്. ഞങ്ങൾ നിങ്ങളുടെ ശക്തിയെയും ധൈര്യത്തെയും വെല്ലുവിളിക്കുകയാണ്. പത്ലു, എന്നെ നീ വെല്ലുവിളിക്കുകയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. ഇന്നാ പിടിച്ചോ. എന്റെ പത്തിലോ നമ്മുടെ ഐഡിയ ഫ്ലോപ്പ് ആയി പോയി. ബബിള് പൊട്ടുന്നില്ല, പക്ഷെ അകത്ത് കിടന്ന് ഞാനാ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ജഗ്ഗ. ചിങ്കം സാറെ രക്ഷിക്കൂ, ഞങ്ങൾ ഈ ബബിളിനകത്ത് കുടുങ്ങി കിടക്കുക. ഞങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. എന്റെ അമ്മോ, സൂപ്പർ! ഇങ്ങനൊരു ജയിലുണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ഒരു കള്ളനും പുറത്തേക്ക് പോവാൻ പറ്റില്ല. വാ ബോസ് വാ, നിങ്ങള് ടോപ്പാണ്, ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. അതെ സാർ, യു ആർ ഗ്രേറ്റ് ബട്ട് ബോൺ ലിറ്റിൽ ലേറ്റ് സാർ. ഓക്കെ ഓക്കെ, ചിങ്കം ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആണ്. ഞാൻ ഇപ്പൊ തന്നെ മോട്ടു പത്ലുവിനെ പുറത്തേക്ക് കൊണ്ടുവരാം. Why fear when Chingam is here? എന്റെ ചിങ്കം സാറെ ഡയലോഗ് പറയുന്നതൊന്ന് നിർത്ത്. ആദ്യം ഈ ബബിൾ ഒന്ന് പൊട്ടിക്ക്. ദാ ഇപ്പൊ തന്നെ ഞാൻ പൊട്ടിക്കാം, നിങ്ങൾ പേടിക്കണ്ട. എന്റെ ചിങ്കം സാറെ ബബിളിനെ പൊട്ടിക്കാനാ പറഞ്ഞത്, ഞങ്ങളെ അല്ല. പത്തില് ഓടിക്കോ, ഇല്ലെങ്കിൽ ചിങ്കം സാർ നമ്മളെ പറിച്ചു കളയും. ഓടിക്കോ. നിൽക്കാനല്ലേ പറഞ്ഞത്? പൊട്ടിക്കണം, അവിടെ നിൽക്ക്. നിൽക്കാനല്ലേ പറഞ്ഞ്? എന്റെ അമ്മോ! സ്റ്റോപ്പ് സാർ, സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിൽക്കൂ സാർ, നിൽക്കൂ നിൽക്കൂ, അല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും സാർ. സാറേ എന്റെ അമ്മോ! ഓടിക്കോ. ജോഡായിരിക്കും ഡോൺ, ഈ ജോഡ് തന്നെയായിരിക്കും ഡോൺ. ആ മോട്ടു എന്നെ എത്രയോ തവണ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഞാൻ അവനെ ജയിലിലടച്ച് അവനെ കൊണ്ട് അഴി എണ്ണിച്ചിരിക്കുക. കൊള്ളാം ബോസ്, കൊള്ളാം. ഇന്ന് നല്ലൊരു കവിതയാണല്ലോ ഉണ്ടാക്കിയത്. കവിതയുടെ കാര്യമൊക്കെ വിട്, എന്നിട്ട് ആ മോട്ടുവിനെ നോക്ക്. മോട്ടുവിനെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം. മോട്ടു, ഞാൻ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ്. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു നോക്ക്. ഇവൻ ഇപ്പൊ തന്നെ ജയിലിൽ കിടക്കുന്ന പോലെയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഈ ബബിളിനകത്ത് തന്നെ കിടന്ന് അനുഭവിക്ക. മോട്ടു കുടുങ്ങിയല്ലോ. മോട്ടു എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇനി അധിക നേരം ഒന്നും നീ ഈ ബബിളിനകത്ത് നിൽക്കേണ്ടി വരില്ല ചങ്ക്. എന്താ പറഞ്ഞ വലിയേട്ടാ, സത്യമാണോ? അതെ ചങ്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആയുധത്തിൽ ഈ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബബിൾ അപ്പൊ തന്നെ പൊട്ടും. ഇത് കണ്ടില്ല ചങ്ക്, ഇങ്ങോട്ട് നോക്ക്. ജോഡായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇതെന്റെ ജീവിതത്തിന്റെ പ്രശ്നം, അതിന് താ, എനിക്ക് തരാൻ. അവനെ പിടിച്ചു നിർത്ത് വലിയേട്ടാ. മോട്ട് പത്തിലു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ബബിളിനകത്ത് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അതുകൊണ്ട് കമ്പനിക്ക് വേണ്ടി ഞാൻ ഈ മിസൈലും കൂടി അങ്ങ് വിടാം. രക്ഷിക്കണേ, എന്റെ അമ്മോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ പത്തിലോ, ഇത് പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യേ. ഐഡിയ.
രക്ഷിക്കണേ. രക്ഷിക്കണേ. നമ്മൾ ജോണിന് സഹായിച്ചേ പറ്റൂ. അതെ, അതെ, സഹായിച്ചേ പറ്റൂ. വേഗം വാ. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ. എന്ത് നല്ല കവിതയാ പറഞ്ഞ. ഇവിടെ കവിതയ്ക്കുണ്ടായവനെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാനുള്ള വഴി നോക്ക്. ജോണേ അവിടെ നിൽക്ക്. ഇത് ഞാൻ വളരെ സന്തോഷവാനാ. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇനി മുതൽ മോട്ടും ബദലും എന്റെ വഴിക്കൊരു തടസ്സമായി വരികയില്ല. അപ്പൊ എന്താ ബോസ്, നമ്മൾ നഗരം വിട്ട് വെളിയിൽ പോവാണോ? അങ്ങോട്ട് നോക്ക്. ആ വരുന്നതൊരു വലിയ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം എനിക്കൊരു കിടിലൻ സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പോവുകയാണ്. ഇത്തവണ മോട്ടു എന്തായാലും പേടിക്കുക. ഒരു എലിയെ കണ്ടാൽ പോലും. വരൂ സാറേ വരൂ. ഇത് കണ്ടില്ലേ, നോക്ക്. ഇതൊരു പ്രത്യേകതയുള്ള ഗണ്ണാണ്. ഇതിന്നൊരു സൊല്യൂഷൻ വന്ന് ബോട്ടുവിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുക. ഈ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാരുടെ ദേഹത്താണ് ഒട്ടിപ്പിടിക്കുന്നത് അവര് പിന്നീട് പീഡിത്തൊണ്ടന്മാരായി മാറിപ്പോകുന്നതായിരിക്കും. സിംഹങ്ങൾ വരെ എലിയായി മാറും. അതായത് അവൻ എല്ലാത്തിനെയും പേടിക്കുമെന്ന്. ഇനി ഈ സൊല്യൂഷൻ ഞാൻ ബോട്ടുവിന്റെ ശരീരത്തിൽ ഇടാൻ പോവുകയാണ്. എന്റെ പത്തുലു വേഗം വരൂ, വേഗം വരൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? രാവിലെ തന്നെ ഒരു 100-200 സമൂസകളെങ്കിലും എന്റെ വയറ്റിൽ പോകേണ്ട സമയമായ എന്റെ പത്തുലു. വന്നോണ്ടിരിക്ക. ഒന്ന് അടങ്ങിയിരിക്കേ. ഇവന്റെ ഒരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ആലോചിച്ചിരുന്നിട്ട് ഇന്ന് രാവിലെ നീ പല്ല് തേച്ചോ ഇല്ലയോ? അറിയാം അറിയാം, എനിക്ക് നല്ലോണം അറിയാം. രാവിലെയും രാത്രിയും പല്ല് തേച്ചാലേ പല്ലിന് നല്ല ആരോഗ്യം ഉണ്ടാവുമെന്ന്. മോട്ടു എന്താ പറ്റിയേ? ഇതെന്താ പറ്റിയേ? കൊടുങ്കാറ്റ് വരുന്നു പത്തലു. ഞാനിപ്പോ പറന്നു പോവും. ഞാൻ വീട്ടിൽ പോവാ. എന്റെ മോട്ടു, നിനക്കിപ്പോ എന്താ പറ്റിയേ? അവിടെ നിക്ക്. ആദ്യം പറഞ്ഞിട്ട് പോ, എന്താ പറ്റിയെന്ന്. ആരായിരുന്നു അത്? മിന്നൽ പോലെ വന്നിട്ട് കൊടുങ്കാറ്റ് പോലെ പോയല്ലോ. അറിയില്ല ആരാണെന്ന്, പക്ഷെ എന്നെ ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ പോയിക്കോ, ഞാൻ അവന്റെ പുറകെ പോയിക്കോളാം. അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്റെ വകയും 2-3 കൊടുത്തേര്. മോട്ടു, ഇത്തവണയും ഞാൻ നിന്റെ ബോക്സറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ ഇനിയും ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കാൻ നിൽക്കരുത്. ഓടിക്ക് പത്തലു. അങ്ങോട്ട് നോക്ക്. ദേ ആ കോഴി വരുന്നത് കണ്ടില്ലേ? അത് നമ്മളെ രണ്ടുപേരെയും തിന്നും.
എന്റെ മോട്ടു അത് കോഴിയാണ്, അല്ലാതെ സിംഹമൊന്നല്ല തിന്നാനായിട്ട്. രക്ഷിക്കൂ പത്ലു, രക്ഷിക്കൂ. എന്റെ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? വേഗം അവിടുന്ന് വന്നേക്ക്. ബോക്സറുടെ കയ്യിൽ നിന്ന് ഇടിമേടിക്കാനുള്ള പരിപാടിയാണോ? അയാളിപ്പോ ഇങ്ങ് എത്തിയേക്കും. എന്റെ പത്ലു, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ കോഴി നമ്മളെ തിന്നു കളയും. രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും എന്നെ ഈ തേനീച്ചയുടെ രക്ഷിക്കൂ, ഇല്ലെങ്കിൽ അതെന്നെ തിന്നു കളയും. അല്ല, ഇന്നീ മോട്ടുവിന് എന്താ ഈ പറ്റിയത്? മോട്ടു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരേ ഒരു കാര്യമാണ്: എന്റർടൈൻമെന്റ്, എന്റർടൈൻമെന്റ്, എന്റർടൈൻമെന്റ്. പിന്നെ ഞാൻ എന്റർടൈൻമെന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ജോൺ ദ ഡോൺ തന്നെ ആയിരിക്കും. ഞാൻ അവനെ വെറുതെ വിടില്ല. ഏയ്, ഇത്തവണ എന്തായാലും ഞാൻ മാത്രമേ സേവ ചെയ്യുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും എനിക്കും സേവനം ചെയ്യാൻ അവസരം തരൂ. എന്നാ വിളി. എന്റെ മോട്ടു, വാതിലൊന്ന് തുറക്ക്. എന്താ തുറക്കാത്ത? എന്റെ പത്ലു, വേഗം അകത്തോട്ട് കേറി വാ, ഇല്ലെങ്കിൽ ആ തേനീച്ചയ്ക്ക് വരും. വേണ്ട, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഓ ചങ്ക്, ഇതൊരു മരുന്നിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ കാണുന്നതിനെ എല്ലാം പേടിക്കും. നിങ്ങൾക്ക് ജോണിനെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും അവൻ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത്. ഡോണ്ട് വറി, ഇപ്പൊ തന്നെ ഞാൻ ഇതെല്ലാം ശരിയാക്കി കാണിക്കാം. ഇതിനുള്ള മറുമരുന്ന് എന്റെ അടുത്തുണ്ട് ചങ്ക്. ഓ, ഹും. മോട്ടു, അല്ല പത്ലു, നമ്മൾ ഈ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് വന്നിട്ട് എന്തെടുക്കുവാ? മോട്ടു, ഇത് മുഴുവൻ ജോണിന്റെ പണിയായിരുന്നു. നമുക്കവന് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? ഓ പത്ലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ രോഗികളാണ് സത്യം. മോട്ടുവിന് കൊടുക്കാൻ മറുമരുന്ന് എന്റെ അടുത്ത് ഇല്ല ചങ്ക, ഇല്ല. ഈ അസുഖം പഴകി പഴകി ഇങ്ങനെയൊക്കെ തുടർന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ പിന്നെ മനുഷ്യന്മാരെ കണ്ടാൽ പോലും പേടിക്കാൻ തുടങ്ങും. ഇവൻ എല്ലാവരെയും കണ്ട് പേടിക്കാൻ തുടങ്ങും ചങ്ക. സോറി ചങ്ക, ഇതിനുള്ള മറുമരുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ചികിത്സിക്കാൻ പറ്റില്ല, പറ്റില്ല. മാറിപ്പോയി, മാറിപ്പോയി. എന്റെ വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറിപ്പോയിരിക്കുകയാണ്. വരൂ, വരൂ. ഫുർഫുറി നഗരം മുഴുവൻ നമുക്ക് വലിയ വലിയ സ്ക്രീനുകൾ വെക്കാം. ഞാൻ മോട്ടുവിനെ പേടിപ്പിക്കും, അതെല്ലാവരും കാണണം. നമുക്ക് ലൈവ് ടെലികാസ്റ്റ് വെക്കാം. ബോസ്, ഫുർഫുറി നഗരം മുഴുവൻ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് ടെലികാസ്റ്റിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ മോട്ടുവിന്റെ വിവരം ഒന്നും അറിയാനില്ലല്ലോ. വേണ്ട വേണ്ട, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ പോകാൻ അനുവദിക്കുമല്ലേട്ടോ. ഇതുപോലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടിയത് വരില്ല. ഷൂട്ട് ചെയ്യ്, എന്നിട്ട് ലൈവ് ടെലികാസ്റ്റ് ഓൺ ചെയ്ത് വെക്ക്. ഈ ഫുർഫുറി നഗരത്തിലുള്ള എല്ലാവരും ഇതൊന്ന് കാണട്ടെ. മോട്ടു എന്നെ എന്തുമാത്രം പേടിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഫുർഫുറി നഗരത്തിലുള്ള എല്ലാവരും എന്നെ പേടിക്കും. പിന്നെ ഈ ജോൺ ആയിരിക്കും ഡാൻ. ഈ ജോൺ ആയിരിക്കും ഡാൻ.
രക്ഷിക്കണേ, എന്നെ ഈ ജോണിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. ഇവനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. ഓ, ഇവന്റെ പല്ലുകൾ നോക്കിക്കേ. നീ തന്നെ ഇടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് കരയുകയും ചെയ്യുന്നു. ഇത് ചീറ്റിംഗ് ആണ്. പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇടിക്കാതിരിക്കെ, ഇടിക്കണമെങ്കിൽ പേടിക്കാതിരിക്കെ. ഓ എന്റെ അമ്മോ, ഇവന്റെ കൈയൊക്കെ നോക്കിക്കേ. എത്ര വലിയ കൈയാണെന്ന്. ദൂരെ പൊയ്ക്കോ, ദൂരെ പൊയ്ക്കോ, അല്ലെങ്കിൽ നീ എന്നെ കഴിക്കും. ഞാനതിന് സമ്മതിക്കൂല. രക്ഷിക്കണേ. നിങ്ങളൊക്കെ എന്ത് കാണാനാ ഈ ക്യാമറയും പിടിച്ച് ഇങ്ങോട്ട് വന്നത്? മനസ്സിലായി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിങ്ങൾ എന്നെ മണ്ടനാക്കുകയായിരുന്നു അല്ലേ? നിനക്ക് ഡോക്ടർ ജട്ക മറുമരുന്ന് തന്നിരുന്നു അല്ലേ? എന്നിട്ട് നീ എന്നെ അടിച്ചെടുത്ത് ഒരു പരുവത്തിലാക്കി. ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്ക്, ക്ഷമിക്ക്, ക്ഷമിക്ക്. എന്റെ അമ്മോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. വന്നേ ജോൺ, നമുക്ക് ജയിലിലേക്ക് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.